കൂട്ടുകാരെ എല്ലാവർക്കും മോസോളിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു അടിപൊളി വിട്ടിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വീഡിയോ വേറൊന്നുമല്ല, കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. ഇന്നാണെങ്കിൽ 3 ചെറിയ ചൂരമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതുന്നൊരു മീൻകറി വെച്ചാലോ എന്ന് കരുതി. അടിപൊളി എരിവും പൊളിയും ചേർന്നൊരു മീൻകറിയാണ് ഇതിനെ വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് വീഡിയോ ഇട്ട് പോയാലോ നോക്കാം. ഇന്ന് 3 ചെറിയ നെമ്മീൻ ചോരയാണ് കിട്ടിയിരിക്കുന്നത്. അത് വെച്ചൊരു അടിപൊളി മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി പോകുവാണ്. അതിന് വേണ്ടിയിട്ടുള്ള ചട്ടി ഇവിടെ നല്ല രീതിയിൽ ചൂടായി. ഇനി നമുക്ക് മീൻകറിക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചട്ടി കിടന്ന് ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അടുത്തത് നമ്മുടെ കടുക് പൊട്ടിക്കുന്നതിന് പകരമായിട്ട് ഇതിലേക്ക് ഉലുവ പൊട്ടിക്കണം. അപ്പോൾ അത് നോക്കി ഉലുവ നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഉലുവ ഇല്ലെങ്കിൽ ഉലുവയുടെ പൊടിയാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഉലുവ അതാ നോക്കിയിട്ട് നല്ല രീതിയിൽ ഒന്ന് പൊട്ടി തുടങ്ങിയതിന് ശേഷം കറികൾക്ക് ടേസ്റ്റ് കൂടുന്ന മെയിൻ ഐറ്റമായിട്ടുള്ള കൊച്ചുള്ളി അങ്ങോട്ട് തട്ടിക്കൊടുക്കുക. കൊച്ചുള്ളിയാണ് ഞാൻ ഇവിടെ വട്ടത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ എണ്ണയിലോട്ട് തട്ടിക്കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് ബ്രൗൺ ആക്കി കളയരുത്. ഒരു ഗോൾഡൻ ലൈറ്റ് കളറാക്കി വഴറ്റിയെടുക്കുക. നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അടുത്തായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാനിവിടെ അരിഞ്ഞാണ് വെച്ചിരിക്കുന്നത്. ചതച്ചിടുന്നവർക്ക് ചതച്ചു വിടാം. അപ്പോൾ ഒന്നും കൂടെ കറിക്ക് ടേസ്റ്റ് കൂടത്തതേ ഉള്ളൂ. അപ്പോൾ നോക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നല്ല രീതിയിൽ ആ എണ്ണക്കകത്തൊന്ന് കിടന്നൊന്ന് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ നോക്കി നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുത്തോണ്ടേ ഇരിക്കണം. വഴറ്റി കൊടുത്തതിന് ശേഷം നോക്കി ലേശം മഞ്ഞൾപ്പൊടി, അടുത്തത് ലേശം മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിനി അടുത്ത് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കറിയുടെ മെയിൻ ആയിട്ടുള്ള മുളക് പൊടിയാണ് ഇനി അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം മുളക് പൊടി എന്ന് പറയുമ്പോൾ ഞാനിവിടെ 2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എരിവ് ആവശ്യമുള്ളവർക്ക് ഒരു എക്സ്ട്രാ സ്പൂണും കൂടെ എടുക്കാം. എരിവ് വലുതായിട്ട് വേണ്ടാത്തവർക്ക് 2 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ ഇട്ടാൽ മതി. പിന്നെ അതിലേക്ക് നോക്കിയാൽ ലേശം കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി എന്ന് പറയുമ്പോൾ നമ്മുടെ വലിയ മീനുകൾക്കൊക്കെ കറി വെക്കാനായിട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്യണം. അതായത് നമ്മുടെ ഈ ചൂരയും അയലയും അങ്ങനെയുള്ള മീനുകളൊക്കെ കറി വെക്കുമ്പോൾ ഉറപ്പായിട്ടും കുരുമുളക് പൊടി ആഡ് ചെയ്യണം. നല്ല രീതിയിലൊന്ന് എല്ലാം കൂടെ ചേർത്ത് മസാല എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് ആ ഒരു പച്ച മണമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വഴറ്റി കൊടുക്കുന്നത്. അതിന് ശേഷം നോക്കി ഇവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു ഫുൾ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ തട്ടിക്കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. നല്ല രീതിയിലൊന്ന് ആ മസാലയിലിട്ട് വഴറ്റിയതിന് ശേഷം ഇനി നമ്മളിതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കൊടംപുളിയാണ്. കൊടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് നോക്കി നല്ല രീതിയിൽ ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല രീതിയിലൊന്ന് തിളച്ചതിന് ശേഷം നമ്മളിനി അടുത്തത് കുറച്ചും കൂടെ വെള്ളം അതിൻ്റെ അകത്തോടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മുടെ മീൻ വേവാനുള്ള വെള്ളം നല്ല രീതിയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. നോക്കി കണ്ടില്ലേ, എണ്ണയൊക്കെ കണ്ടോ നല്ല മേളിൽ തെളിഞ്ഞ് നിൽക്കുന്ന കണ്ടോ? അതിൻ്റെ അർത്ഥം അത്യാവശ്യം മസാലയും ഉള്ളിയും തക്കാളിയൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. അപ്പം അങ്ങനെ ബാക്കി വന്നത് നോക്കി നമ്മുടെ ആ കുടംപുളിയെല്ലാം ഇതിലോട്ട് തട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ മീനുകൾക്കൊക്കെ വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. നല്ല രീതിയിൽ വെള്ളം ചേർത്ത് കൊടുത്ത് ആ ഒരു അരപ്പൊന്ന് നല്ല രീതിയിലൊന്ന് തിളച്ച് കിട്ടണം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും എന്നിട്ട് ലേശം ഉപ്പും ഒക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് ആ അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളയ്ക്കുമ്പോൾ നല്ല മണമാണ്. ആ ഒരു മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറും എല്ലാം കൂടെ ആയിട്ട് നല്ല രീതിയിലൊന്ന് വെട്ടി തിളയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത മണമാണ്. അങ്ങനെ അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. തിളപ്പിച്ചെല്ലാം കഴിഞ്ഞ് എല്ലാം നല്ല രീതിയിൽ ഒന്ന് കുക്കായി കഴിഞ്ഞതിന് ശേഷം അടുത്ത എന്താണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നെമ്മീൻ ചൂര, ചെറിയ നെമ്മീൻ ചൂര അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്താ നോക്കി തലയൊക്കെ കണ്ടു കിടക്കുന്നത്. അങ്ങനെ ഇവിടെ വെട്ടി ക്ലീൻ ചെയ്ത് നല്ല പീസാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നെമ്മീൻ ചൂരേൻ്റെ പീസുകൾ ഓരോന്നായിട്ട് ഇവിടെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. ആ ഗ്രേവിയിൽ കിടന്ന് നല്ല രീതിയിലൊന്ന് കുക്കാവണം. അതിന് വേണ്ടിയിട്ടൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കണം. അതിനുശേഷം തുറന്ന് വെച്ച് നല്ല രീതിയിൽ വേവിക്കണം. ചൂര ആയിക്കൊണ്ട് അത്യാവശ്യം നല്ല വേവ് വേണം. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 13 മിനിറ്റ് അത്രയും ടൈം മതി. അങ്ങനെ ഇവിടെ നോക്കി നല്ല പുളിയും നല്ല എരിവുമുള്ള നമ്മുടെ നെമ്മീൻ ചൂരമീൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ആ തലയുടെ കഷ്ണമൊക്കെ കണ്ട് നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. ആ ആവിയൊക്കെ പറക്കുന്നുണ്ട്. തക്കാളിയുടെയും കുടംപുളിയുടെയും പുളിയൊക്കെ നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നോക്കി മീൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞാൽ അടുത്ത് ഞാൻ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നല്ല കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. കോവയ്ക്ക എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വെജിറ്റബിളാണ് കോവയ്ക്ക. കോവയ്ക്കയും വെണ്ടയ്ക്ക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നോക്കി ഞാൻ ഇവിടെ കോവയ്ക്ക മെഴുക്കുവരട്ടാൻ വേണ്ടി പോകുവാണ്. കോവയ്ക്ക മെഴുക്കുവരട്ടാനുള്ള ചീനച്ചട്ടി ഇവിടെ റെഡിയായി കഴിഞ്ഞ് നല്ല രീതിയിൽ ചൂടായി. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി അടുത്ത് ഇതിലേക്ക് കടുകിട്ട് നല്ല രീതിയിൽ ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നല്ല രീതിയിൽ പൊട്ടി തുടങ്ങുമ്പോൾ ഇനി അടുത്ത് ഇതിലേക്ക് എന്താണ് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? കറിവേപ്പില. അപ്പോൾ നമ്മൾ 4-5 അല്ലി കറിവേപ്പില ഇങ്ങോട്ട് അതിൻ്റെ അകത്തോടെ ആഡ് ചെയ്ത് കൊടുക്കണം. കറിവേപ്പില നോക്കി നല്ല രീതിയിൽ കിടന്ന്
എണ്ണയ്ക്കകത്തിടുന്ന് മൂക്കുന്നുണ്ട്. അപ്പോൾ ആ കറിവേപ്പിലയുടെ കൂടെ ഒരു സവാളയുടെ പകുതി അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ തട്ടിക്കൊടുക്കണം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമ്മളിനി അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയ്ക്കകത്ത് 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് തട്ടിക്കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇതിനകത്ത് ആഡ് ചെയ്തില്ല, കാരണം അല്ലിക്കുട്ടന് ഒരുപാട് എരിവ് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമാണ്, അവൻ്റെ ഫേവറേറ്റാണ് കോവയ്ക്ക എന്ന് പറയുമ്പം. അതുകൊണ്ട് ഞാൻ എരിവിൻ്റെതായിട്ടുള്ള ഒന്നും ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുത്തില്ല. പച്ചമുളക് ഇട്ട് കൊടുത്തില്ല, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തില്ല, മുളക് പൊടി ഇട്ട് കൊടുത്തില്ല. മഞ്ഞപ്പൊടി ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ളത് ആ കോവയ്ക്ക് നല്ല നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ആ കോവയ്ക്ക് ഇതിലോട്ട് തട്ടി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുത്ത് ലേശം വെള്ളം ഒഴിക്കാവുള്ളൂ, കാരണം കോവയ്ക്ക് തന്നെ ഓൾറെഡി വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ലേശം വെള്ളവും കൂടെ ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കണം. അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പറയാൻ പറ്റില്ല, ചിലപ്പോൾ അടിയിലെല്ലാം പിടിച്ച് തന്നെ സീനാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് വന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം. അപ്പോൾ നോക്കിയേ, നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. എൻ്റെ അല്ലുകുട്ടൻ്റെ ഫേവററ്റ് ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ് കോവയ്ക്ക. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് കണ്ടാലോ? അപ്പം ഇന്ന് അടിപൊളിയാണ് ഇന്നത്തെ ലഞ്ച്. എൻ്റെ അല്ലിക്കുട്ടൻ്റെ ഫേവററ്റ് മെഴുക്ക് വരട്ടിയും പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നെമ്മീൻ ചൂരക്കറിയുമാണ്. അപ്പോൾ എങ്ങനെയാണ് പ്ലേറ്റിലോട്ട് വിളമ്പിയാലോ? കാണാം നമുക്ക്. നോക്കി, നല്ല ചൂട് ചോറ് നല്ല റൗണ്ട് ഷേപ്പാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഫേവററ്റ് ആയിട്ടുള്ള കോവയ്ക്ക മെഴുക്ക് വരട്ടിയും, എന്നിട്ട് നോക്കി നല്ല ഉപ്പിലിട്ട നെല്ലിക്കയാണ് ഞാൻ വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ സെൻറ്ററിലോട്ട് നോക്കി ഉപ്പിലിട്ട നെല്ലിക്കയും കൂടെ വെച്ച് കൊടുത്തു. ഉപ്പിലിട്ട നെല്ലിക്ക കണ്ടപ്പോൾ എല്ലാവർക്കും കൊതിയാകുന്നുണ്ടല്ലേ? ഉപ്പിലിട്ട നെല്ലിക്ക ഇതാ വെച്ച് കഴിഞ്ഞു. ഇനി അടുത്തയായിട്ട് നല്ല അടിപൊളി മാങ്ങാച്ചാറാണ്, നല്ല ഗ്രേവിയൊക്കെ ഉള്ള നല്ല അടിപൊളി മാങ്ങാച്ചാറാണ്, നല്ല പുളിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. മാങ്ങാച്ചാർ വെച്ച് കൊടുത്തു. ഇനി നോക്കി, ഇനി അടുത്ത് ഞാനിവിടെ വെക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നെമ്മീൻ ചൂരക്കറി. നല്ല കുറുകിയ നല്ല എരിവും പുളിയും ഉള്ള നെമ്മീൻ ചൂരക്കറിയാണ് ഞാനിവിടെ വെച്ച് കൊടുത്തത്. എന്നിട്ട് ഇനി അടുത്തൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഞാനിവിടെ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും കൊതി വരും, കാണുമ്പോൾ തന്നെ കൊതി വരും. എന്താണെന്ന് കാണാൻ നോക്കിയേ. നല്ല മോരുകറി കണ്ട, നല്ല കട്ട പുളിയുള്ള തൈരുണ്ടാക്കിയ മോരുകറിയാണ്. ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ ഒരു മോരുകറി താഴോട്ടിങ്ങനെ, ആ ചോറിൻ്റെ താഴോട്ടിങ്ങനെ ഇറങ്ങും. അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കണം. അതായത് ഇത്തിരി നെല്ലിക്കയും ആ ഒരു മോരുകറിയും ലേശം മാങ്ങാച്ചാറും കുറച്ച് കോവയ്ക്കയും, എന്നിട്ട് നമ്മുടെ ആ നെമ്മീൻ ചൂരക്കറിയും വെച്ചിട്ടൊന്ന് കുഴച്ചിട്ടുണ്ടല്ലോ, ഒരു പിടി പിടിക്കണം, ഒരു രക്ഷയില്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗം. അങ്ങനെതാ അല്ലിക്കുട്ടൻ ഇവിടെ ചോറ് വാരി കൊടുക്കുവാണ്. അല്ലിക്കുട്ടനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, കാരണം അവൻ്റെ ഫേവററ്റുള്ള കോവയ്ക്ക മെഴുക്ക് വരട്ടിയാണ്. അതുകൊണ്ട് അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അടിപൊളി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ചെറിയ ചൂരമീൻ കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ബൈ.